ഹലോ. അപ്പം ഇന്ന് ഞാൻ മാജിക് പ്ലാനറ്റ് ട്രിവാൻഡ്രത്ത് പോയ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് കയറിപ്പോയി കാർ പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടൊരു വീടിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, തലകുത്തിയ ഒരു വീട്. അപ്പം അത് കാണാൻ ഭയങ്കര റിയാലിസ്റ്റിക് ആയിട്ടായിരുന്നു കേട്ടോ. ഫാൻ വരെയുണ്ട്, ഫാൻ താഴെയുണ്ട്, ചെയർ മുകളിലുണ്ട്. നമ്മൾ വീട് തലകുത്തി തിരിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഡോറ്, വിൻഡോസ് എല്ലാം അതുപോലെ തന്നെ. അപ്പം കയറി ചെല്ലുമ്പോഴേ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ് ഈ ഒരു സ്ഥലത്തോട്ട്. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു വൈബായിരുന്നു. ഇവിടെ ആക്ച്വലി ഷോസാണ് കേട്ടോ, എല്ലാം ഷോസാണ്, ഒത്തിരി ഷോസുണ്ട്. നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പം തന്നെ ഒരു ഹോർട്ടികോർപ്പിൻ്റെ ഒരു ഗാർഡനുണ്ട്, ബട്ടർഫ്ലൈ ഗാർഡനുണ്ട് അതിനകത്ത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്, എല്ലാം ഒരു മിനി ഗാർഡൻ പോലെയാണ്. ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാം ഒരു കുഞ്ഞു ഗാർഡൻ പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ. ഈ വഴി കൂടെയാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ നല്ലൊരു വൈബാണ്, നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒത്തിരി ഏരിയ ഉണ്ട് ഇവിടെ. ഈ മാജിക് പ്ലാനറ്റ് ആക്ച്വലി മുതുകാട് മജീഷ്യൻ്റെ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെൻറ് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മീനംകുളം കിൻഫ്രൈക്കകത്താണേ, ട്രിവാൻഡ്രത്ത്. ഇത് ഫ്ലവേഴ്സാണ്, ഞാൻ പോയ വഴികളെല്ലാം കൂടെ എടുത്തേക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് എടുത്ത വീഡിയോസാണ്. ഇതൊക്കെ ഒരുപാടുണ്ട് അതിനകത്ത് വീഡിയോസ് എടുക്കാൻ, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എടുത്താണ്. ഇത് ഷോസ് കഴിഞ്ഞ് ആൾക്കാർ പുറത്ത് വരുന്നതാണ്. നമ്മൾ പോയപ്പം ഒരു ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നൊരു 5 to 8 ഷോസ് എങ്ങാണ്ടുണ്ട് ഒരു ദിവസം. ബട്ട് മോർണിംഗ് പോയാലേ നമുക്ക് എല്ലാ ഷോസും കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോസേ കാണാൻ പറ്റുകയുള്ളൂ. സർക്കസ് കണ്ടു, പിന്നെ ഒരു ഇല്യൂഷൻ കണ്ടു, പിന്നെ ഡിസേബിൾഡ് കുട്ടികളുടെ ഷോസ് കണ്ടിട്ട്. ഇതാണ് ഈ ഡിസേബിൾഡ് കുട്ടികളുടെ ഉള്ള, ഡിസേബിൾഡ് അല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, അതാണ് കറക്റ്റ് രീതി. അപ്പം അവരുടെയൊക്കെ കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് അവരുടെ പേരൻസിൻ്റെ ടെസ്റ്റിമോണിയലാണ്. എനിക്ക് ആക്ച്വലി കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര ഇമോഷണലായി. ഞാൻ യൂഷ്വലി ഒരു ഇമോഷണൽ പേഴ്സണാണ്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പകുതിക്ക് വെച്ച് തന്നെ ഇറങ്ങി പോരുകയും ചെയ്തു. ഇത് അങ്ങനത്തെ കുട്ടികളുടെ ഷോസാണേ. അപ്പോൾ ഒരു സെറിബ്രൽ പാൾസി ഉള്ള ഒരു കുട്ടിയുടെ മാജിക് ഷോ ആയിരുന്നത്. ഇതൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇമോഷണലായിട്ട് ഞാൻ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയി, എനിക്ക് കാണാൻ പറ്റില്ല. ബട്ട് എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡാണ്. നമുക്കൊക്കെ ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ ആൾക്കാരാണ്. എന്നിട്ടും നമുക്ക് കിട്ടിയൊന്നും പോരാന്ന് പറയുന്ന ആൾക്കാരാണ്. ഇത് ആക്രോബാറ്റിക് ഷോ ആണേ. അല്ല, ആക്രോബാറ്റിക് അല്ലായിരുന്നു, ഇത് മറ്റേ നൈഫിൻ്റെയൊക്കെ മുകളിൽ ഉള്ള എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ കട്ട് ചെയ്ത് വീഡിയോ എടുത്തേക്കുന്നത്. ഇത് ഹൂല ഹൂപ്പ് വെച്ച് ചെയ്യുന്നൊരു ഡാൻസായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ലതായിരുന്നു കേട്ടോ. കുറച്ച് ഡേഞ്ചറസ് ആക്ട്സൊക്കെ ഉണ്ട്. ഞാനപ്പം എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിരുത്തി, മറ്റേ ആ നൈഫിൻ്റെ മേളിൽ കയറി നിൽക്കുന്നതും, പിന്നെ വേറെ ഒരു സ്കൂട്ടർ പോലൊരു സാധനത്തേക്ക് എറിയുന്ന ബോളിൻ്റെ മേളിൽ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ മറച്ച് വെച്ചു. അപ്പോൾ എല്ലാവരും പോയി കാണുക.